ഹലോ ഹൈ ഡിയേഴ്സ്, അങ്ങനെ ദേ നമ്മുടെ ഷായിക്ക നാട്ടിലെത്തി. രാവിലെ തന്നെ പെട്ടി പൊട്ടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നമ്മുടെ അമ്പുടുക്കുഞ്ഞിനെ നന്നായിട്ട് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് വാപ്പി. കാരണം പെട്ടി നിറച്ചും അമ്പുടുക്കുഞ്ഞിനുള്ള കളിപ്പാട്ടമാണെന്നും പറഞ്ഞ്. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ അമ്പുടുക്കുഞ്ഞ് ആദ്യം പറഞ്ഞത് പെട്ടി പൊട്ടിച്ച് എൻ്റെ കളിപ്പാട്ടം എടുത്തതാണ്. അമ്പുടുക്കുഞ്ഞിനെ കൊണ്ട് പെട്ടി തുറപ്പിക്കാമെന്ന് വിചാരിച്ച് അമ്പുടുക്കുഞ്ഞിനെ അടുത്ത് വിളിച്ചപ്പോൾ അമ്പുടുക്കുഞ്ഞൊട്ട് അടുക്കണില്ല കേട്ടോ. അമ്പുടുക്കുഞ്ഞിനാണെങ്കിൽ വലിയൊരു നാണമൊക്കെ വന്നു. അങ്ങനെ ദേ വാപ്പി അമ്പുടുക്കുഞ്ഞിൻ്റെ പെട്ടിയൊക്കെ പൊട്ടിച്ച് അമ്പുടുക്കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അമ്പുടുക്കുഞ്ഞിനാണെങ്കിൽ ഈ ടെൻറ്റ് കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പുടുക്കുഞ്ഞിന്. ദേ അപ്പോൾ ഈ കാണുന്ന ടെൻറ്റാണ് വാപ്പി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നത്. അമ്പുടുക്കുഞ്ഞ് ഇതിനെ പാർക്കെന്നൊക്കെയാണ് കേട്ടോ പറയണത്. എനിക്ക് പാർക്ക് കൊണ്ടുവന്നിട്ടുണ്ടോയെന്നായിരുന്നു അമ്പുടുക്കുഞ്ഞ് ആദ്യം തന്നെ വാപ്പിയിട്ട് ചോദിച്ചത്. അപ്പോൾ അതെ അതെല്ലാം പൊട്ടിച്ച് ആദ്യം തന്നെ വാപ്പി അമ്പുടുക്കുഞ്ഞിന് കാണിച്ചു കൊടുത്തു. പിന്നെ ദേ അമ്പുടുക്കുഞ്ഞിന് കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ അമ്പുടുക്കുഞ്ഞിനെ എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏതെടുക്കണം എന്ന് ടോട്ടലി കൺഫ്യൂഷനായിട്ടോ. അങ്ങനെ ഇതേ ഓരോന്നോരോന്നായിട്ട് പുള്ളിക്കാരി എടുത്തുകൊണ്ട് വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത് ഈ പാവ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ അമ്പുടുക്കുഞ്ഞിനെ മേടിച്ചു കൊണ്ട് വന്നതാണ്. പക്ഷേ അമ്പുടുക്കുഞ്ഞിന് വലിയതായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ അതേ ഓരോ ടോയ് എടുത്ത് കാണിച്ചു കൊടുത്തു കേട്ടോ. ഈ പെട്ടി പൊട്ടിക്കൽ ചടങ്ങെന്ന് പറയുന്നത് എല്ലാ പ്രവാസികളുടെയും ഒരു വലിയ സ്വപ്നങ്ങളുടെ ഒരു കൂടാരമാണ്. അവരിങ്ങനെ കാത്ത് ഓർത്ത് ഓരോ ദിവസങ്ങളും കണക്ക് കൂട്ടി മുതലാക്കി സൂക്ഷിച്ചു വെച്ച സമ്മാനങ്ങളുടെ സ്നേഹപ്പൊതികളാണല്ലേ. അപ്പോൾ നമ്മുടെ അമ്പുടുക്കുഞ്ഞിനെ ഇങ്ങനെ ഓരോ ദിവസവും പറഞ്ഞ് കൊതിപ്പിച്ച് കാത്ത് വെച്ച് മേടിച്ച് വെച്ച സമ്മാനങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അങ്ങനത്തെ അമ്പുടുക്കുഞ്ഞിന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പുടുക്കുഞ്ഞിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ആയിരുന്നു ആ പെട്ടി നിറയെന്ന് വേണം പറയാൻ. അങ്ങനത്തെ ഞങ്ങൾ രാവിലെ തന്നെ പെട്ടി പൊട്ടിച്ചു. അമ്പുടുക്കുഞ്ഞിന് കുറേയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായി. എനിക്കിതെല്ലാം കിട്ടുമോ, അത് എൻ്റെ വേറെ ആർക്കെങ്കിലും വാപ്പി വാങ്ങിച്ചാണോ എന്നൊക്കെ തോന്നിയിട്ടോ. അങ്ങനത്തെ അമ്പുടുക്കുഞ്ഞിന് വാങ്ങിച്ച് കളിപ്പാട്ടമൊക്കെ എടുത്തു വെച്ച് അമ്പുടുക്കുഞ്ഞ് അവിടെ ഇരുന്ന് കളിക്കേണ്ട. അങ്ങനെ ആ പെട്ടി പൊട്ടിക്കൽ ചടങ്ങ് വളരെ ഭംഗിയായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും പിന്നെ പ്രവാസികളായിട്ട് ഇങ്ങനെ പെട്ടി കെട്ടാനും പെട്ടി പൊട്ടിക്കാനും റെഡിയായിട്ട് നിൽക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ആണെങ്കിലും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.